മലയാള പൊരുളിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ശ്രദ്ധക്കുറവ് കൊണ്ടോ ഉദാസീനത കൊണ്ടോ സന്ദർഭം തിരിച്ചറിയാത്തത് കൊണ്ടോ ചില വാക്കുകൾ നമ്മൾ തെറ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. അത്തരം ചില വാക്കുകളെ കുറിച്ചാണ് ഇന്ന് മലയാള പൊരുൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അനാച്ഛാദനം എന്ന വാക്ക്. അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ അത് ആച്ഛാദനത്തിൻ്റെ നേരെ വിപരീതമാണ്. ആച്ഛാദനം എന്ന് പറഞ്ഞാൽ മൂടിവയ്ക്കൽ, മറച്ചുവയ്ക്കൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ മൂടി നീക്കുന്നത് അല്ലെങ്കിൽ മറ നീക്കുന്നതാണ് അനാച്ഛാദനം. യഥാർത്ഥത്തിൽ മറ നീക്കുന്നതാണ്, മറ മാറ്റി വെളിച്ചത്ത് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അനാച്ഛാദനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ചിലപ്പോഴൊക്കെ നാം ചില കലാസമിതികളിലോ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളിലോ ഒക്കെ ബഹുമാനപ്പെട്ട ചില വ്യക്തികളുടെ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യാറുണ്ട്. അപ്പം ചിത്രം അനാച്ഛാദനം ചെയ്യുകയാണ് പതിവ്. മറച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തെ ആ മറ നീക്കി കാണിക്കുക എന്ന അർത്ഥത്തിൽ അത് വളരെ ശരിയായ ഉപയോഗമാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഇത് വേറൊരു സന്ദർഭത്തിൽ, അതായത് പ്രതിമ, ശില്പം തുടങ്ങിയവ ആദ്യമായി പ്രദർശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. പ്രതിമയും ശില്പവും അനാച്ഛാദനം ചെയ്യുകയല്ല, അനാവരണം ചെയ്യുകയാണ് പതിവ്. പൊതി മാറ്റുക എന്നർത്ഥം. അത് മറ നീക്കുകയല്ല, പൊതി മാറ്റുക, പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ തുറന്നു കാണിക്കുക. ആ അർത്ഥത്തിൽ അനാവരണം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രതിമ അനാവരണം ചെയ്തു അല്ലെങ്കിൽ ശില്പം അനാവരണം ചെയ്തു എന്നതാണ് ശരിയായ പ്രയോഗം. അപ്പോൾ ചിത്രങ്ങൾക്കും ഫോട്ടോകൾക്കും മറ്റും അനാച്ഛാദനം എന്ന വാക്കും പ്രതിമയ്ക്കും ശില്പത്തിനും അനാവരണം എന്ന വാക്കുമാണ് ഉചിതമായിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ മറ്റ് ചില പ്രയോഗങ്ങളെ കുറിച്ചുകൂടി പറയാം. അനുധാവനം ചെയ്യുക എന്നൊരു വാക്ക് ചിലപ്പോൾ പലരും കേട്ട് കാണും. അനുധാവനം ചെയ്യുക എന്നത് നമ്മൾ പലപ്പോഴും പിന്നാലെ നടക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒരു ഉദാഹരണത്തിന്, പോലീസ് കള്ളനെ അനുധാവനം ചെയ്ത് പിടികൂടി എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നാലെ ഓടുക എന്നാണ് അർത്ഥം, നടക്കുക എന്നല്ല. അപ്പോൾ കള്ളൻ ഓടിപ്പോയപ്പോൾ കള്ളന് പിന്നാലെ പോലീസ് അനുധാവനം ചെയ്ത് അയാളെ പിടികൂടി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന അതിഥിയെ സംഘാടകർ പ്രസംഗവേദി വരെ അനുധാവനം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. പ്രസംഗവേദി വരെ അതിഥിയെ ഓടിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അത് അനുഗമിച്ചാൽ മതി. അതിഥിയെ അനുഗമിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ നടന്നുപോയി എന്നുള്ള അർത്ഥം കിട്ടും. ഇത് വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെയുള്ള മറ്റൊരു വാക്കാണ് അനുയോജ്യം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല വാക്കുകളും അങ്ങനെ സാധാരണയായി ഉപയോഗിക്കുന്നതല്ല, പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം. പക്ഷെ അനുയോജ്യം എന്ന വാക്ക് നമ്മൾ മിക്ക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുള്ളതാണ്. അത് തെറ്റായി ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അയാൾ മകൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തി, അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി കണ്ടെത്തിയത് അനുയോജ്യനായ വരൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നു എന്നിരിക്കട്ടെ. അപ്പൊ അനുയോജ്യം എന്ന വാക്കിനെ യോജിച്ചത് എന്നുള്ള അർത്ഥം വരില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് അയാൾ മകൾക്ക് അനുരൂപനായ വരനെ കണ്ടെത്തി എന്നാണ്. അനുരൂപൻ എന്നുള്ള വാക്കാണ് അവിടെ കൂടുതൽ യോജിക്കുന്നത്. ഇതുപോലെ നമുക്ക് സാധാരണയായിട്ട് പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റാണ് ഈ പാദസരം എന്ന വാക്കിന്റെ പ്രയോഗം. പാദസരം പാദത്തിൽ ചലിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവരുടെ പാദസരം കിലുങ്ങാറുണ്ടല്ലോ. അപ്പോൾ പാദത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പാദസരം എന്ന വാക്ക്. പക്ഷെ അത് പലരും പാദസ്വരം എന്ന് തെറ്റിച്ചുപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പാദസരം അണിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ തന്നെ പറയുന്നത് എൻ്റെ പാദസ്വരം കണ്ടോ എന്നാണ്. അപ്പോൾ പാദസ്വരം അല്ല, പാദസരം, പാദത്തിൽ സരിക്കുന്നത്, ശബ്ദിക്കുന്നത്, ചലിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മഹാകവിയായ വയലാർ പോലും ഒരു സന്ദർഭത്തിൽ
നാണത്തിന്റെ കിളുന്നുകൾക്ക് നിറയെ പാദസ്വരം നൽകിടാൻ എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പാദസരം എന്ന് ശരിയായിട്ടാണ് ഉപയോഗിച്ചതെങ്കിലും വൃത്തം ശരിപ്പെടുത്തുന്നതിന് വേണ്ടി പാദസരത്തിന്റെ സായ ഇരട്ടിപ്പിച്ച് പാദസരം എന്നാക്കിയിട്ടുണ്ട്. അത് കവിയെടുത്ത ഒരു സ്വാതന്ത്ര്യം എന്ന് പറയാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ പാദസരം എന്ന് ഉപയോഗിച്ചാൽ മതിയാകും. പാദസ്വരം എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു വാക്കിന്റെ പ്രത്യേകത കൂടി പറയാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കത്തെഴുതുമ്പോഴും മറ്റും ഈ ഫ്രം ടു എന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രേഷകൻ അല്ലെങ്കിൽ പ്രേഷിതൻ എന്നുള്ള വാക്ക്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പ്രേഷകൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, അയക്കുന്നവൻ എന്നർത്ഥം, അയക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ പ്രേഷകൻ എന്ന് പറയാം. പക്ഷെ പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രേക്ഷകൻ എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രേക്ഷകൻ കാണുന്നവനാണ്. പ്രേഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്നവനാണ്. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ ഈ സ്വീകർത്താവ് പ്രേഷിതൻ എന്ന് എഴുതുന്നത് ശരിയല്ല. സ്വീകർത്താവ് പ്രേഷകൻ എന്നാണ് ശരിയായ പ്രയോഗം. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതിന് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാളപ്പൊരുളിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് മലയാളപ്പൊരുളിലേക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതിൽ ശ്രദ്ധിക്കുമല്ലോ. നന്ദി, നമസ്കാരം.